ഇന്ന് രാവിലെ തന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുമ്പലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കടയിലേക്ക് പോവാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കൂ. പുറത്തെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര ചൂടാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് സ്പെഷ്യൽ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് എന്നും. ഏതായാലും അൽഹംദുലില്ലാ എന്നും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ കച്ചവടമൊക്കെ തുടങ്ങി. നമ്മളെ വല്യപ്പ കുറച്ച് പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു വല്യപ്പയാണ്. അങ്ങനെ കുറച്ച് ഞങ്ങളോട് കഴിക്കാനും മൂപ്പർക്ക് കുറച്ച് വെട്ടി കൊടുക്കാനൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്ന കുറേ വല്യപ്പന്മാരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കസ്റ്റമറുകൾ. അങ്ങനെ പണികളുടെ ഇടയിൽ കൂടി തന്നെ നമ്മളെ ഭക്ഷണമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെല്ലാം മീൻ കറിയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കടയിലൊരു യൂട്യൂബ് ലവറൊക്കെ ഉണ്ട്. അങ്ങനെ ഓൻ ഇന്ന് എന്തോ പരിപാടിയൊക്കെ കണ്ടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കുത്തിക്കലക്കി ഉണ്ടാക്കുന്നുണ്ട്. മീൻ കറിയൊക്കെ റെഡിയായി ഭക്ഷണം കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. കുറച്ച് കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും. അതിനിടക്കാണ് നമ്മളെ വള്ളക്കാരൻ വന്നത്. വെള്ളമടിക്കാൻ വന്ന ആൾക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പിരിച്ചുവിട്ട് കുറച്ച് ക്ലീനിങ് ജോലികളൊക്കെ തുടങ്ങി. അതിനിടക്കാണ് നമ്മളെ യൂട്യൂബ് ലവർ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ഇന്ന് ചായക്ക് വേണ്ടി കേക്കാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ കൂട്ടുകാരൻ്റെ ബാക്കിയുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത്. പൊടിയിട്ട് വെക്കണ കണ്ടപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായത് ബ്രോസ്റ്റാണ് ഉണ്ടാക്കണമെന്നുള്ളത്. കട അടക്കാനായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കസ്റ്റമറൊക്കെ ഉണ്ട്. എന്താ പറയാ, മാഷാ അള്ളാ, ബ്രോസ്റ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഓക്കെ, ബൈ ബൈ.